ഷോർട്ടസ്റ്റ് ആണ് സാലിയൻ പോൾ ഓൾട്ടർനേറ്റർ. ഇതിൽ നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് DC ആയിരിക്കും, ആ സൈഡ് AC ആയിരിക്കും. DCയുടെ സൈഡിൽ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ നിന്ന് ആ കണക്ഷൻ ചെയ്യുക. ആ കണക്ഷൻ ചെയ്തതിന് പകരം സ്റ്റാർട്ടറിന് പകരം നമ്മൾ 100 ഓമിൻ്റെ റിയോസായിട്ട് വെക്കുന്നു ഫീൽഡ്. അതുകൊണ്ട് നമ്മൾ കണക്ഷൻസ് ചെയ്യുന്നു. നമ്മുടെ MMF EMF മെത്തേഡ് പോലെ സെക്കൻഡ് സൈക്കിളിലെ എക്സ്പെരിമെൻ്റ് ആണ് ഇത്. ആൻഡ് ഇതിൽ നമുക്ക് 3 മീറ്റേഴ്സാണ് വരുന്നത്. 3 മീറ്റേഴ്സിൽ നമുക്ക് ഈ ഒരു മീറ്റർ എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ ആ ഒരു ഫ്ലക്ച്വേഷൻ കൂടുകയാണെങ്കിൽ ഫേസ് മാറ്റാനുള്ളതാണ്. ഈ ഒരു അമ്മീറ്ററിൽ ഈ ഒരു വോൾട്ട് മീറ്ററിലാണ് നമുക്ക് ആ വാല്യൂസ് നോക്കാനുള്ളത്. ആൻഡ് ഇത് രണ്ടും എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഒരു മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഈ മീറ്ററിലും നമുക്ക് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ സൈഡ് വരികയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ AC സൈഡ്. AC സൈഡിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഡിമസ്റ്റായിട്ട് വരുന്നുണ്ട്. ഡിമസ്റ്റായിട്ട് നമുക്കിവിടെ ഇല്ലെങ്കിൽ നമ്മളത് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത് നമുക്ക് ഈ കണക്ഷൻസ് കറക്റ്റായിട്ട് ഇത് ഈന്ന് എങ്ങോട്ടാണ് പോകുന്നത്, എയിലേക്കാണെങ്കിൽ കറക്റ്റായിട്ട് നോക്കുക, അത് കറക്റ്റ് എയിലേക്ക് കൊടുക്കുക. ഇതിൽ നമുക്ക് ഇവിടെ ഒരു ABC ഉണ്ട്, ഇവിടെ ഒരു ABC വരുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇത് സ്വിച്ചിൻ്റെ ABC ആണ്. അപ്പോൾ സ്വിച്ചിൻ്റെ താഴെയുള്ള ABC ആണ് കറക്റ്റ് ഫേസ് ആയിട്ട് പോകേണ്ടത്. അതായത് ഏതിലാണ് പോകേണ്ടത്, ഈ ഫേസിൽ എന്ന് പറയുമ്പോൾ ബിയിൽ നിന്നാണ് ഈ സ്വിച്ചിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് B ഉണ്ട്, ഇതൊരു B, ഇതൊരു B, ഇതൊരു B. ഈ B എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ സ്വിച്ചിൻ്റെ താഴെയുള്ള ഫേസിലേക്ക് പോകേണ്ടത്. ഈ ABC എന്ന് പറയുന്നത് A1 B1 C1 ആണ്. അത് ജനറേറ്ററിൻ്റെ ഓൾട്ടർനേറ്ററിൻ്റെ സൈഡിലുള്ള ABC ആണ് ഈ ABC എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇതേപോലെ തന്നെ 2 ന്യൂട്രലുണ്ട്. ഒരു ന്യൂട്രൽ എന്ന് പറയുന്നത് സ്വിച്ചിൻ്റെ ന്യൂട്രലാണ്. അത് നമുക്ക് ഇവിടെ വരും, ഈ ന്യൂട്രൽ വരും. അത് നമുക്ക് ഡിമസ്റ്റാറ്റിൽ നിന്ന് എടുത്ത് വരുന്നത്. ഇതാണ് ആ ന്യൂട്രൽ വരിക. ആൻഡ് ഈ ന്യൂട്രലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്ന ന്യൂട്രലാണ് ഈ ഒരു ന്യൂട്രൽ. കണക്ഷൻസ് അതുപോലെ കൊടുക്കുക. ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ DC സൈഡിലേക്ക് പോകണം. ഫസ്റ്റ് നമ്മൾ DC സൈഡിൽ സ്വിച്ച് ഓൺ ആക്കും. സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം സ്റ്റാർട്ടർ അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്ലക്ച്വേഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ ഈ സ്വിച്ച് ഓൺ ആക്കണം. ഈ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ഈ വോൾട്ട് മീറ്ററിൽ ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 ഫേസ് ഏതെങ്കിലും ഒരു ഫേസ് മാറ്റണം. നമ്മൾ കറക്റ്റായി കൊടുത്താൽ വരില്ല. ഏതെങ്കിലും ഫേസ് മാറ്റുമ്പോൾ ഇത് ഒരു ഡിവേറ്റ് ആകും. അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡ് ഈ ഒരു റേഞ്ചിലൊക്കെ നിൽക്കും. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമ്മൾ കറക്റ്റ് ഇതിലൊരു 55 ആ ഒരു റേഞ്ച് വരുമ്പോഴാണ്. അതായത് ഇതെന്ന് പറയുന്നത് 150 നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 175 കൊടുത്തിരിക്കുന്നത്, അല്ല 150 കൊടുത്തിരിക്കുന്നത്. 75 കൊടുത്തിരിക്കുന്നത് ഇത് 75 റേറ്റ്. ഇവിടെ 150 ആയതുകൊണ്ട് ഒരു 55 റേഞ്ചൊക്കെ വരും. നമ്മൾ എന്ത് ചെയ്യണം, അത്രയും കൊടുക്കരുത്. അപ്പോൾ നമുക്ക് എത്രയാണോ റേറ്റഡ് അതിനേക്കാളും കുറവ് സ്പീഡാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനേക്കാളും കുറവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 53 എന്ന് വന്നു കഴിഞ്ഞാൽ അതെന്താണ് 105 ആ റേഞ്ചാണ്. അപ്പോൾ 105 to 110 നമുക്ക് ഇതിൽ കിട്ടും. ഇതിലെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് 4.8 5.8 ആ ഒരു റേഞ്ചിലാണ് കിട്ടുക.